ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തീത്തോസിന് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. തീത്തോസിനെ പൗലോസ് അപ്പോസ്തലൻ ക്രേത്തയിലേക്ക് നിയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ക്രേത്ത എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. 10 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: വൃഥാവാചാലന്മാരും മനോവഞ്ചകരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. ക്രേത്തയിലെ സഭകളിൽ പരിച്ഛേദനക്കാർ എന്ന് വെച്ചാൽ യഹൂദ മത വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവര് വൃഥാവാചാലന്മാരും മനോവഞ്ചകരും വഴങ്ങാത്തവരും. ഈ 3 പ്രത്യേകതകളാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവര് വൃഥാവാചാലന്മാരെന്ന് പറഞ്ഞാൽ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ആ സംസാരത്തിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അർത്ഥമില്ലാതെ, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വാചാലന്മാർ, അവരെ നിർത്തുകയില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ ക്രേത്തയിലെ ആളുകളുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ യഹൂദന്മാരിൽ നിന്ന് വന്നതായിട്ടുള്ള ആളുകളുടെയും ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് കാണാം. ഈ ഒരു പ്രശ്നം അവരെന്തുകൊണ്ടാണ് യഹൂദന്മാരിൽ നിന്ന് വന്ന അല്ലെങ്കിൽ പരിച്ഛേദനക്കാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ, കർത്താവായ യേശുക്രിസ്തുവും ഒരു യഹൂദനായിട്ടാണ് അല്ലെങ്കിൽ യഹൂദ മതത്തിലാണ് വന്നത്. യഹൂദന്മാരോടാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത്. യഹൂദന്മാരായിട്ടുള്ള ആളുകളാണ് സുവിശേഷവുമായിട്ട് ആ കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയത്. അപ്പോൾ യഹൂദന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഈ ന്യായപ്രമാണം ഉപയോഗിച്ച് യഹൂദന്മാരായിട്ടുള്ള ആളുകളോട് സുവിശേഷം പറഞ്ഞു. അതല്ല എങ്കിൽ ക്രിസ്തുവാണ് അവര് കാത്തിരുന്നതായിട്ടുള്ള മെശിഹ എന്ന് അപ്പസ്തോലന്മാർ സ്ഥാപിച്ചപ്പോൾ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലേക്ക്, നീതീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും ഒക്കെ അവര് കാലെടുത്ത് വെച്ചുവെങ്കിലും അവരുടേതായിട്ടുള്ള പാരമ്പര്യമായ വിശ്വാസങ്ങളും ആചാരങ്ങളും മാനുഷികമായിട്ടുള്ള പല കൽപ്പനകളും അവര് സഭയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അബദ്ധം നമുക്കും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നാമധേയ ക്രൈസ്തവ സഭകളിൽ നിന്നോ അതല്ല എങ്കിൽ പല സുവിശേഷ വിഹിത സഭകളിൽ നിന്ന് യഥാർത്ഥ സത്യമായ വിശ്വാസത്തിലേക്കും സത്യവചനത്തിലേക്കും വരുമ്പോൾ നമ്മെ സ്വാധീനിച്ചിരുന്നതായ പല പഴയ കാലങ്ങളിലെ സഭകളുടെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മെ സ്വാധീനിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇന്ന് പല സഭകളിലും കർത്തൃമേശയുള്ള ഞായറാഴ്ച രാവിലെ ആളുകൾ വളരെ ഉപവാസത്തോടു കൂടിയൊക്കെയായിരിക്കും വരിക. അതല്ലെങ്കിൽ ഞായറാഴ്ച സഭായോഗത്തിന് വരുമ്പോൾ അവർ രാവിലെ ഭക്ഷണം കഴിക്കുകയില്ല, ഉപവാസത്തോടു കൂടിയാണ് അവർ വരിക. അത് അവരുടെ സഭകളിലെ അല്ലെങ്കിൽ അവർ അംഗമായിരുന്ന സഭയിലെ ഒരു ആചാരമാണ്. വചനത്തിൽ അതിന് യാതൊരു വക പിൻബലവുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നേരെ തിരിച്ചാണ്. 1-ാം നൂറ്റാണ്ടിൽ സഭായോഗങ്ങൾ ശനിയാഴ്ച രാത്രിയിലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവര് എല്ലാവരും കൂടി വന്ന് അത്താഴം കഴിഞ്ഞതിന് ശേഷമായിരുന്നു സഭായോഗം. നമുക്ക് ഞായറാഴ്ച രാവിലെ നമ്മൾ സഭായോഗം കൂടുന്നത് പോലെ ആയിരുന്നില്ല 1-ാം നൂറ്റാണ്ടിൽ. അന്ന് ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. എല്ലാവരും അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുമിച്ച് കൂടി അവർ ഒരുമിച്ച് അത്താഴം കഴിച്ചു. ആ അത്താഴത്തെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ അത്താഴം എന്നാണ്. അങ്ങനെ അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് അവർ സഭായോഗം കൂടിയിരുന്നത്. അങ്ങനെ അവർ സഭായോഗം കൂടുമ്പോഴാണ് ഈ അത്താഴം കഴിക്കാത്തവരും വിശന്നിരിക്കുന്നവരും തിന്ന് മത്ത് പിടിച്ചിരിക്കുന്നവരും അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടി
സഭയിൽ ഇരുന്ന് അവര് ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നുറുക്കുമ്പോൾ അത് ഒരു ദൈവ നിന്ദയായിട്ട് അല്ലെങ്കിൽ ദൈവ സഭയെ ക്രിസ്തുവിനെ തന്നെ തുച്ഛീകരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായി തീർന്നു. അതിന്റെ കാരണം അവരിൽ ഉണ്ടായിരുന്നതായ പക്ഷഭേദങ്ങളും ഭിന്നപക്ഷങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ആയിരുന്നു. അത് അവർക്ക് വലിയ ശിക്ഷയ്ക്ക് കാരണമായി. മരണം വരെ അവരിൽ ഉളവായി. രോഗം, ബലഹീനത, മരണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെ ചില ആളുകളൊക്കെ അവര് വന്നതായിട്ടുള്ള പശ്ചാത്തലം ഏതോ ആ പശ്ചാത്തലത്തെ കുറിച്ച് ഭയങ്കര അഭിമാനമുള്ളവരാണ്. ഞങ്ങൾ ഇന്ന സഭയിൽപ്പെട്ടവരാണ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ അഭിമാനത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ നമ്മള് ഉണ്ടായിരുന്നതായിട്ടുള്ള പശ്ചാത്തലങ്ങൾ അത്ര മെച്ചമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. അവിടുത്തെ പഠിപ്പിക്കലും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ മെച്ചമായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ മാറേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ലല്ലോ, അവിടെ തന്നെ നിന്നാൽ മതിയാവുന്നതാണ്. എന്നാൽ അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് നാം വ്യത്യസ്തമായി ചിന്തിക്കുകയും പഠിക്കുകയും നമ്മൾ ദൈവവചനപ്രകാരം ജീവിക്കുവാനായിട്ട്, നാം ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരായിട്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ പഴയകാല വിശ്വാസങ്ങളും ബോധ്യങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പശ്ചാത്തലങ്ങളും ഒന്നും നമുക്ക് ദൈവസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല. ഇനി ഒരാൾക്ക് അങ്ങനെ ഉപവസിക്കുന്നതിലാണ്, അങ്ങനെ ഞായറാഴ്ച ഉപവസിച്ച് വരുന്നതിലാണ് താല്പര്യമെങ്കിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഉപവസിക്കാത്തവരെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ അതിനെ കുറച്ച് കാണുവാനോ ഒന്നും നമുക്ക് അവകാശമില്ല. കാരണം അത് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥയല്ല. ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായ ഒരു പുസ്തകമുണ്ട്, ഡിഡാക്കെ എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകം. ഞാൻ പലപ്പോഴും ആ പുസ്തകത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സഭായോഗത്തിന് വിശന്നിരിക്കുന്നവരെ കുറിച്ച്, മനഃപൂർവ്വം വിശന്നിരിക്കുന്നവരെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 1-ാം നൂറ്റാണ്ടിലെ ചരിത്രം പറയുന്നതായിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ വിശന്നു വന്നിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവ കൃപയും ഒക്കെ ഉണ്ടാകും, ലഭിക്കും എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി ഒരാൾക്ക് വിശന്നിരുന്നാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് യാതൊരു വക കുഴപ്പവുമില്ല. ഭക്ഷണം കഴിക്കുന്നവൻ കഴിക്കട്ടെ, കഴിക്കുന്നവൻ കഴിക്കാത്തവരെയോ ഈ കാര്യത്തിൽ വിധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഞാനത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അനേക സുവിശേഷ വിഹിത സഭകളിലും അങ്ങനെ ഒരു രീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും, ആ രീതി നിലനിൽക്കുന്നതിന് വലിയൊരു കാര്യമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരും അങ്ങനെ ഇരുന്ന് സഭായോഗം കൂടിയിട്ട് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അനുഗ്രഹമോ അനുഭൂതിയോ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വൃഥാപാചാലന്മാര്, മനോവഞ്ചകര്, വഴങ്ങാത്തവര്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ധാരാളം സംസാരിക്കുകയും അർത്ഥമില്ലാതെ സംസാരിക്കുകയും പിന്നെ അവരുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ കുറിച്ച് അവര് വളരെ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യുന്ന ആളുകളാണ്. അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവര് നമുക്ക് കാണാനായിട്ട് കഴിയും. യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കണമെന്നാണ്. യഹൂദ കഥകൾ, സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകൾ, അതായത് ദൈവവചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകൾ, അല്ലെങ്കിൽ എല്ലാം ഒന്നും കൽപ്പനകളായിട്ട് നമുക്കില്ല, എന്നാൽ പ്രമാണങ്ങളായിട്ടുണ്ട്. ഉദാഹരണത്തിന് പുകവലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. പുകവലി, എന്നാൽ പുകവലിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്നതായിട്ടുള്ള ഒരു കാര്യവും നാം ചെയ്യാൻ അനുവാദമില്ല. കാരണം നമ്മുടെ ശരീരം നമ്മളുടേതല്ല, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് നമ്മുടെ ശരീരങ്ങൾ എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ശരീരത്തിന് കേടുവരുത്തുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് അവിടെ പുകവലിയും അതിനകത്ത് വരും. അതുപോലെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികൾ, അതും അതിനകത്ത് വരും. പുകവലിക്കുന്നത് കൊണ്ട് മാത്രമല്ലല്ലോ ശരീരത്തിന് കേടുവരുന്നത്. നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഡയബറ്റിക്സ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ
ക്രമീകരിക്കാത്തതായിട്ടുള്ള ഭക്ഷണ സ്വഭാവം കൊണ്ടാണ് അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നതെങ്കിൽ അതും ദൈവസന്നിധിയിൽ യോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ശരീരത്തിന് പുകവലി എങ്ങനെ കേടുവരുത്തുന്നുവോ അതുപോലെ തന്നെ മറ്റൊരു നിലയിൽ ശരീരത്തിന് കേടുവരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിഭക്ഷണത്തെ കുറിച്ച് അത് പാപമാണ് എന്ന് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ദൈവവചനത്തിൽ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം, അതല്ല എങ്കിൽ ദൈവവചനത്തിൽ കൽപ്പനകൾ ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമല്ലാത്തതായിട്ടുള്ള കൽപ്പനകളെയാണ് മാനുഷിക കൽപ്പനകൾ എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് മനുഷ്യരിൽ നിന്നുളവാകുന്നതാണ്. ദൈവം നമുക്കൊരു പ്രമാണവും തന്നിട്ടില്ല, ഒരു കൽപ്പനയും തന്നിട്ടില്ല. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും വലിയ ഒരു അനുകൂലമായ അവസ്ഥ എനിക്കുണ്ടാകും എന്ന് വിചാരിച്ച് അതിനപ്പുറം മാനുഷിക നിർമ്മിതമായ കൽപ്പനകൾ ദൈവമക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല. ദൈവവചനത്തിൽ യേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും യേസ് തന്നെയാണ്, അത് അനുവദിച്ചിട്ടുള്ളതാണ്. ദൈവവചനത്തിൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അത് അനുവദിക്കുവാനായിട്ട് പാടില്ല. ദൈവവചനത്തിൽ യേസുമില്ല, നോയുമില്ല, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളുടെ ലംഘനവുമില്ല എങ്കിൽ അതിൽ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ സ്വാതന്ത്ര്യത്തിന്മേൽ നമുക്ക് ആർക്കും കൈവയ്ക്കുവാനായിട്ട് പാടില്ല. എന്നാൽ അതിനൊരു ഒരു വ്യത്യാസമുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു ബലഹീന വിശ്വാസിക്ക് ഇടർച്ചയാവുന്നതായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് വിശ്വാസിയുടെ ബലഹീനതയാണ് എങ്കിൽ, പക്വതക്കുറവാണ് എങ്കിൽ, അദ്ദേഹം ആ പക്വതയിലേക്ക് വരുന്നത് വരെ, അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ മാറുന്നത് വരെ ഒരു ബലഹീന വിശ്വാസിക്ക് ഇടർച്ച വരുത്തരുത് എന്നുള്ള പ്രമാണം അവിടെ ബാധകമാണ്. എന്നാൽ ആരെങ്കിലും ഒരാള് അവരുടെ പിടിവാശിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ മാംസം കഴിക്കുകയില്ല, വേറെ ആരും മാംസം കഴിക്കാൻ പാടില്ല എന്നൊരാൾ പിടിവാശിയോടുകൂടി പറഞ്ഞാൽ അതിനെ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വൃഥാവാചകന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായിട്ടുള്ള ആളുകൾ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു എന്നാണ് 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. അതായത് അവരെ മിണ്ടാൻ സമ്മതിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ, അതായത് ദൈവവചനത്തിലെ പ്രമാണങ്ങളെ വ്യക്തവും കൃത്യവുമായി ദൈവസഭയിൽ പഠിപ്പിക്കുവാൻ കഴിയാത്തവരെയും അതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവരെയും യഥാർത്ഥത്തിൽ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ അവരെ സംസാരിക്കാനായിട്ട് അനുവദിച്ചുകൂടാ. അവരുടെ വാചാലമായിട്ടുള്ള അവരുടെ വർത്തമാനത്തിന് നിന്നു കൊടുക്കുവാനോ അത് സഭയെ സ്വാധീനിക്കത്തക്ക രീതിയിൽ അത് പ്രചരിപ്പിക്കുവാനോ നമുക്ക് അനുവദിക്കാൻ പാടില്ല. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദുരാദായമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ലക്ഷ്യം ദുരാദായമാണ്, അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട്. അപ്പൊ സഭയിൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ പല സഭകളിലും ഉപദേശിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരവരുടെ ഭക്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഭക്തിയല്ല, മറ്റെന്തെങ്കിലും താല്പര്യം. ദുരാദായം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളോ അതല്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ടും പ്രത്യേകമായിട്ടും പഠിപ്പിക്കുന്നു എന്നുള്ളതിന്റെ നിലയിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളോ മാനങ്ങളോ ബഹുമാനങ്ങളോ അധികാരങ്ങളോ ഒക്കെ ലഭിക്കേണ്ടതിന് വേണ്ടിയാണെങ്കിലും അതും ഒരു ആദായമാണ്, ദുരാദായമാണ്. അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി പഠിപ്പിക്കുന്ന ആളുകളുടെ വായ എപ്പോഴും അടയ്ക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ട് ഉപദേശം കൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നു എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിലാണ്. സഭയെ മറിച്ചു കളയുന്നു അല്ലെങ്കിൽ സഭയെ മുഴുവൻ മറിച്ചു കളയുന്നു എന്നുള്ളതിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു രീതിയാണ് അല്ലെങ്കിൽ പ്രയോഗമാണ് കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നു എന്ന് പറയുന്നത്. ക്രേത്തർ സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവേറന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ, അവരുടെ വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ക്രേത്ത എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. ആ സ്ഥലത്തിന് ആ പേര് വന്നത് ക്രേറ്റൈസ് എന്ന് പറയുന്നതായ ഗ്രീക്ക് വാക്കിന് നുണ പറയുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. അവരുടെ ദേശത്തിന്റെ പേര് പോലും വഞ്ചിക്കുന്നവൻ അല്ലെങ്കിൽ നുണ പറയുന്നവൻ എന്നുള്ള ഒരു നിലയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അവിശ്വസ്തത എന്ന് പറയുന്നത് അവരുടെ കൂടപ്പിറപ്പാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നും ദൈവസഭയിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സാമൂഹിക പശ്ചാത്തലം തന്നെ വലിയ ഒരു വിനയായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം ജനിച്ചതും വളർന്നതുമായിട്ടുള്ള കുടുംബങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും കുടുംബ സാഹചര്യങ്ങളും നാം വളർന്നതായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലങ്ങളും ഒക്കെ നമ്മളുടെ ചിന്തകളുടെയും നമ്മളുടെ കാഴ്ചപ്പാടുകളുടെയും മേൽ വലിയ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. അങ്ങനെ ഒരു സ്വാധീനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നാം അത് മനസ്സിലാക്കുകയും ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നതോടുകൂടി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നമ്മെ ഏൽപ്പിക്കുന്നതോടുകൂടി നമ്മളുടെ അങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ സാമൂഹികമായ കുടുംബപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുളവാകുന്നതായ സകല തെറ്റുകളും നമുക്ക് തിരുത്തി അല്ലെങ്കിൽ രൂപാന്തരത്തിലൂടെ ക്രിസ്തു എന്ന തലയോളം വളരുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ മാറ്റി എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചിട്ടില്ല, നാം രൂപാന്തരത്തിന് വിധേയപ്പെട്ടിട്ടില്ല. ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് പലപ്പോഴും അതിന് പല വഴികളുണ്ട്. നമുക്കറിയാമല്ലോ, ഉപദേശമുണ്ട്, പിന്നെ ശാസനയുണ്ട്, തർജ്ജനമുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ നല്ലതായിട്ടുള്ള മാതൃകകൾ കണ്ട മാതൃകകൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവാത്മാവിന്റെ സ്വരം കേട്ട് ദൈവവചനത്തിലെ പ്രമാണങ്ങളൊക്കെ ദൈവാത്മാവ് നമ്മോട് ഉപദേശിക്കുമ്പോൾ അതിന് നാം വിധേയപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് മറ്റുള്ളവർ ഉപദേശവുമായിട്ട് വന്നു എന്ന് വരികയില്ല. ഒരു ദിവസം തന്നെ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഏതെങ്കിലും ഒരു ഉപദേഷ്ടാവിന്റെ സഹായം എന്ന് പറയുന്നതല്ല, മറിച്ച് നമ്മെ ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ നടത്തുക, അതിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിൽ അങ്ങനെ രൂപാന്തരം ഒന്നും വരുന്നില്ല. നാം പണ്ട് ജീവിച്ചതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള പഴയകാല സ്വഭാവത്തിന്റെ മട്ട് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്നത് അതാണ് എന്ന് വന്നാൽ നാം കർത്താവിന്റെ വഴിയിലല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവര് ഈ ക്രേത്തരെ കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ക്രേത്തരെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ അഭിപ്രായമല്ല അത്. പൗലോസ് അപ്പോസ്തലൻ അവരുടെ ഒരു വിദ്വാൻ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം. അവരിലെ ഒരു വിദ്വാൻ തന്നെ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് അതിന്റെ സ്വാധീനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം എന്നുള്ളത്. ഇവിടെ 13ാമത്തെ വാക്യത്തിൽ ഈ സാക്ഷ്യം നേർ തന്നെ. യഥാർത്ഥത്തിൽ അവരുടെ വിദ്വാൻ പറഞ്ഞതായിട്ടുള്ള കാര്യത്തിൽ സത്യമുണ്ട് എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക. അപ്പോൾ ഈ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുന്നതിന് ശാസന ആവശ്യമാണ്. അതായത് ശരിയായ ഒരു സ്ഥിരമായ ശരിയായ ആരോഗ്യമുള്ള ഒരു വിശ്വാസത്തിന് നാം ഉടമകളായി തീരണമെങ്കിൽ അതിന് ശാസന ആവശ്യമാണ്. അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള കൽപ്പനകളെ അല്ലെങ്കിൽ യഹൂദ കഥകളെ സത്യം വിട്ടകലുന്ന മാനുഷിക കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും കഠിനമായി ശാസിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം സംസാരിക്കുന്നവരുടെ വായ അടയ്ക്കുക. 11ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. അവരുടെ വായ അടയ്ക്കുക. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ പലരുമുണ്ട്. അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അത് ദൈവസഭയിൽ ഉണ്ടാകേണ്ടത് ഒരു കാര്യം. രണ്ടാമതായിട്ട് ദൈവസഭയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ളൊരു കാര്യം, അങ്ങനെ സംസാരിക്കുന്നതായിട്ടുള്ള ആളുകളെ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് വിശ്വാസികളെ കഠിനമായി ശാസിക്കുക. അപ്പോൾ വായ അടയ്ക്കുകയും അതുപോലെ തന്നെ ചെവി അടയ്ക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകൾക്കാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനെ നിയോഗിക്കുന്നത്. ദുരാദായം വെച്ച്
വാചാലന്മാരായി, വൃഥാവാചാലന്മാരായി, മനോവഞ്ചകന്മാരായി, വഴങ്ങാത്തവരായ, പരിച്ഛേദനക്കാരായ ആളുകൾ. അവര് ഈ ക്രേത്ത സംസ്കാരത്തിന്റെ ബാക്കിയായി അവരിൽ അവശേഷിച്ചിരിക്കുന്നതായ സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ വായടക്കേണ്ടതാകുന്നു, അവരെ മിണ്ടാതാക്കേണ്ടതാകുന്നു, അവരെ മിണ്ടാൻ സമ്മതിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ അവരെ കേൾക്കാനായിട്ടും പാടില്ല. അതിന് അവരെ കഠിനമായി ശാസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ സത്യവിശ്വാസം പിടിക്കുന്നവർ എന്നുള്ളതായ കാര്യം ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അഭിമാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്നതായ നല്ലൊരു ശതമാനം കാര്യങ്ങളും വചനവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ സഭയിലൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നവരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് സഭകളിൽ അങ്ങനെ പഠിപ്പിക്കുന്നവരായിട്ടുള്ള ആളുകളല്ല, മറിച്ച് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കെട്ടുകഥകളും അതുപോലെ തന്നെ മാനുഷിക കൽപ്പനകളും ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരുടെ വായടയ്ക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. കാരണം നമ്മളുടെ സഭയിലെ ഒരു അംഗമല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരുടെ മേൽ യാതൊരു നിയന്ത്രണമോ ഉത്തരവാദിത്വമോ ഇല്ല. എന്നാൽ നമുക്ക് വരാൻ കഴിയുന്നതായിട്ടുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഉപദേശങ്ങൾ കേട്ട് നാം അവരാൽ സ്വാധീനിക്കപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സത്യമായ ദൈവവചനം അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കരുത് എന്നുള്ളത് നമ്മുടെ ഒരു കർശനമായിട്ടുള്ള നിലപാട് ആയിരിക്കണം. സത്യമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ സത്യമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്തതായിട്ടുള്ള ആളുകളായതുകൊണ്ട് സത്യവചനം ഒരു സഭയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം കേട്ട് നമ്മൾ ഒന്നുമല്ലാത്ത ഒരു പരുവത്തിൽ മുമ്പോട്ട് പോകുന്നത് ഒട്ടും പ്രയോജനകരമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളതായ കാര്യം, പലയിടത്തു നിന്നും പല അസത്യങ്ങളും കേട്ട് അത് ഒക്കെയും ഹൃദയത്തിൽ കിടക്കുന്നതുകൊണ്ട് സത്യമായിട്ടുള്ളത് കേൾക്കുമ്പോൾ അതിനെ വേർതിരിച്ചെടുക്കുവാനായിട്ടുള്ള പ്രാപ്തി പോലും ഇന്ന് വിശ്വാസികൾക്ക് അനേക സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാമല്ലോ, പലതും കേട്ട് ഈ നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കാൻ പ്രാപ്തിയില്ലാത്തതായിട്ടുള്ള വിശ്വാസികൾ ഏത് കേട്ടാലും അതിനെല്ലാം ആമേൻ പറയും. അതും ശരിയാണ്, ഇതും ശരിയാണ്, അവിടെയും നല്ലത് പഠിപ്പിക്കുന്നു, ഇവിടെയും നല്ലത് പഠിപ്പിക്കുന്നു എന്ന് മാത്രം പറയുവാൻ കഴിയുന്നതായിട്ടുള്ള ബലഹീനമായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മുടെ ബാബു സഹോദരൻ പറഞ്ഞത് പ്രിയപ്പെട്ടവർ ഓർക്കുമല്ലോ, നാം സഭയിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം, ഉപദേശം, ദൈവവചന സത്യങ്ങൾ മറ്റ് സഭകളിൽ, ഒരു ആവറേജ് സഭകളിൽ പഠിപ്പിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമാണ്. സഹോദരൻ അതിനെക്കുറിച്ച് സ്വർഗവും നരകവും എങ്ങനെ വ്യത്യാസമായിരിക്കുന്നു അതുപോലെ ഇതിന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആരോടും ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ കൂട്ടത്തിന്റെയോ ഉപദേശങ്ങൾ പിടിക്കേണ്ടതായിട്ടുള്ള യാതൊരു ബാധ്യതയും ദൈവസന്നിധിയിൽ നമുക്കില്ല. അങ്ങനെ ആരുടെയും കീഴിലോ ആരുടെയെങ്കിലും സാമ്പത്തികമോ അല്ലാത്തതോ ആയിട്ടുള്ള സഹായം സ്വീകരിക്കുന്നതായിട്ടുള്ള ആളുകളല്ല നമ്മൾ. ദൈവവചനത്തെ അതിന്റെ നിർമ്മലമായിട്ടുള്ള സത്യങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നാം ചെയ്യുന്നത്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ടും ചർച്ച ചെയ്യുവാനായിട്ടും നമുക്ക് സ്വാതന്ത്ര്യവും നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷേ വഞ്ചനാപരമായിട്ടുള്ള അനേക പഠനങ്ങൾ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ്. അങ്ങനെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള പഠനങ്ങളെ വേർതിരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും വേർതിരിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കുവാനായിട്ടോ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് കേൾക്കാതിരിക്കുന്നതാണ് മെച്ചം. അങ്ങനെ ശരിയും തെറ്റും കേട്ട് ഒരു അവിയൽ പരുവത്തിൽ നമുക്ക് ദൈവവചനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്യുകയില്ല, ദോഷം ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് താനും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് വേണ്ടി അവരെ കഠിനമായി ശാസിക്കുക എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ, ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല, അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം.
ഇത് പ്രത്യേകമായി ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, യഹൂദ മതത്തിൽ ധാരാളം, അല്ലെങ്കിൽ യഹൂദ സംസ്കാരത്തിലും വചനത്തിലും ഒക്കെ ന്യായപ്രമാണത്തിലൊക്കെ ഭക്ഷണത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒത്തിരി നിബന്ധനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവേശുവിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളില്ല. നിയന്ത്രണങ്ങളുള്ളത് ശ്വാസം മുട്ടിച്ചത്തത്, രക്തം, ഈ രണ്ട് കാര്യങ്ങൾ കഴിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമേ പുതിയ നിയമത്തിൽ നമുക്ക് ഉള്ളൂ. മറ്റ് ഏതെങ്കിലും മൃഗത്തിന്റെയോ പക്ഷിയുടെയോ മത്സ്യത്തിന്റെയോ മാംസം കഴിക്കുന്നതിന് നമുക്ക് യാതൊരു വക നിയന്ത്രണങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ പഴയ നിയമ നിയന്ത്രണങ്ങളെ പുതിയ നിയമത്തിൽ അത് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള പല ആളുകളുമുണ്ട്. ഒരാൾക്ക് എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാവുന്നതാണ്. കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനും കഴിക്കാം എന്ന് തീരുമാനിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതൊരു ഉപദേശമായിട്ട് ഞാൻ കഴിക്കുന്നില്ല അതുകൊണ്ട് സഭയിൽ ആരും കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് സഭയിൽ എല്ലാവരും കഴിച്ചിരിക്കണം, അങ്ങനെയുള്ളതായിട്ടുള്ള നിബന്ധനകളൊന്നും കൊണ്ടുവരുവാനായിട്ട് പാടുള്ളതല്ല. നാം ശുദ്ധിയുള്ളവർക്കാണെങ്കിൽ എല്ലാം ശുദ്ധമാണ്. എന്നാൽ ഇങ്ങനെയുള്ള മാനുഷിക കൽപ്പനകൾ കൊണ്ടുവരുന്നത് ആരാണ് എന്നുള്ളൊരു സൂചനയും അവിടെയുണ്ട്. മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല, അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ ദൈവികമായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഭക്ഷണത്തെ സംബന്ധിച്ചൊക്കെയുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കി അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ ദൈവിക കൽപ്പനകളല്ല, മറിച്ച് അവരുടെ മാനുഷികമായിട്ടുള്ള കൽപ്പനകളെയാണ് അവര് സഭയിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ മനോവഞ്ചകന്മാരാണ്, വൃഥാവാചാലന്മാരാണ്, ആർക്കും വഴങ്ങാത്തവരുമാണ്. അവരെ പഠിപ്പിക്കാനായിട്ടൊന്നും, അവരെ ബോധ്യപ്പെടുത്തുവാനോ പഠിപ്പിക്കുവാനായിട്ടോ നമുക്ക് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് അവരുടെ വായടയ്ക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള വചനം അവരെ പഠിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ തെറ്റായിട്ടുള്ള വചനങ്ങൾ സഭയിൽ പഠിപ്പിക്കുവാൻ അനുവദിക്കുവാനായിട്ടും പാടില്ല. അവരുടെ ചിത്തവും അവരുടെ മനസ്സും അവരുടെ മനസ്സാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അവര് മലിനപ്പെട്ടു പോയി, അവര് അവിശ്വാസികളാണ്, അല്ലെ? എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല, അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുകയും ദൈവസഭയിൽ അംഗമായിരിക്കുകയും സഭായോഗങ്ങളിൽ ക്രമമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. എന്നിട്ട് വീണ്ടും 16-ാമത്തെ വാക്യം പറയുക, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരും ആകുന്നു. പ്രിയമുള്ളവരെ, ദൈവ കൽപ്പനകൾക്ക് വിരുദ്ധമായി, വചനത്തിലെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മറ്റ് നമ്മളുടെ പശ്ചാത്തലങ്ങളിലോ നമ്മൾ ഉണ്ടായിരുന്ന സഭകളിലോ മതങ്ങളിലോ ഉണ്ടായിരുന്നതായിട്ടുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദൈവസഭയിൽ പഠിപ്പിക്കുവാനും ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനും ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾ അവര് മറ്റ് മതങ്ങളുടെയോ അല്ലെങ്കിൽ സഭകളുടെയോ ആചാരങ്ങൾ ദൈവസഭയിൽ കൊണ്ടുവന്ന് ദൈവസഭയെ അവരുടെ മനസ്സ് മലിനമാക്കിയതിനു ശേഷം ദൈവസഭയെ കൂടി മലിനമാക്കുവാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അവരെ കുറിച്ച് പറയുന്നത് അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു. ദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, പക്ഷെ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. നാം ദൈവത്തെ അറിയുന്നുവെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നതിന് ആനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ നിരക്കുന്നതായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തെ അറിയുന്നതിന് വിരുദ്ധമായിട്ടാണ് ഉള്ളത് എങ്കിൽ അവരെ കുറിച്ച് പറയുന്നതാണ്, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവര്, അറപ്പുളവാക്കുന്നവര്, അവർ അനുസരണം കെട്ടവര്, യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവര്. ഈ അനുസരണം കെട്ടവരെന്ന് പറയാൻ കാരണം 10-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചല്ലോ, വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ, വഴങ്ങാത്തവർ. അതിനെക്കുറിച്ചാണ് ഇവിടെ അനുസരണം കെട്ടവർ. അപ്പോൾ അനുസരണം കെട്ടവര് എന്ന് പറഞ്ഞാൽ അവരെ അറയ്ക്കത്തക്കവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാണ്. അവർ ദൈവത്തെ അറിയുന്നു എന്നൊക്കെ പറയുന്നു,
പക്ഷെ ദൈവം അവരെ അറിയുകയോ അതല്ല എങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും അവർ ദൈവത്തെ അറിയുന്നു എന്നതിന് അനുസരിച്ചിട്ടുള്ള ജീവിതമുള്ളവരുമല്ല. അതുകൊണ്ട് അവരെ ഒരു നിലയിലും അവരെ ദൈവസഭയിൽ മിണ്ടുവാനായിട്ട് അനുവദിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവവചന സത്യങ്ങൾ, ധാരാളം പ്രമാണങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവവചനത്തിന്റെ, പുതിയ നിയമത്തിന്റെ സത്യങ്ങൾ നമ്മുടെ കയ്യിലും ഈ ന്യായപ്രമാണം ഉണ്ടല്ലോ. ഈ ന്യായപ്രമാണം നമ്മുടെ കയ്യിലുണ്ട്. ന്യായപ്രമാണം ഒരിക്കലും നമുക്ക് ഒഴിവാക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം നാം കാണുകയും ന്യായപ്രമാണം കൊടുത്തതിന്റെ ലക്ഷ്യം എന്താണ്, ന്യായപ്രമാണത്തിന്റെ ബലഹീനതകൾ എന്താണ്, ഇതൊക്കെ നമ്മൾ റോമാലേഖനം 6-7 അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്. നാം അതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചിരുന്നു. ഇപ്പോൾ ബാബു സഹോദരനും അത് പഠിപ്പിക്കുന്നുണ്ട്. ന്യായപ്രമാണം അനുസരിക്കുവാനായിട്ടല്ല, ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു പുതിയ ഉടമ്പടി, കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സ്ഥാപിച്ചതായിട്ടുള്ള ആ പുതിയ ഉടമ്പടിയുടെ ആളുകളാണ് നാം എല്ലാവരും. അതുകൊണ്ട് ആ ഉടമ്പടിക്ക് വിധേയപ്പെട്ടതായിട്ടുള്ള നാം ഒരിക്കലും പഴയതിലേക്ക് പോകുവാനായിട്ട് പാടില്ല. അതിനെക്കുറിച്ച് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. ഒരിക്കലും ന്യായപ്രമാണത്തിലേക്ക്, ശരിതെറ്റിന്റെ പ്രമാണത്തിലേക്ക് അല്ല നമ്മൾ തിരിച്ചു പോകേണ്ടത്. ശരിതെറ്റിന്റെ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചത് അത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്നാണ്. എന്നാൽ നാം ഏത് പ്രമാണത്തിന്റെ കീഴിലാണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് നാം വീണ്ടുജന്മം പ്രാപിച്ചതിന് ശേഷവും ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിൽ തന്നെ നിൽക്കേണ്ടത് ആവശ്യമാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന്റെ കീഴിലേക്ക് നാം പോകാൻ പാടില്ല. സർവശക്തനായ ദൈവം ഈ ആത്മീയമായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ പ്രാധാന്യം, സത്യമായിട്ടുള്ള വചനത്തിന്റെ പ്രാധാന്യം, അത് സത്യമായിട്ടുള്ളത് കേൾക്കേണ്ടതിന്റെയും പഠിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ.